മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആര്യൻ, അതേപോലെ ശരത്ത്, അക്ബർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോളെക്കുറിച്ചാണ് പറയുന്നത്. നെവിൻ എന്താണെങ്കിലും നല്ല രീതിയിൽ ആ ടാസ്ക് കൊണ്ടുപോകുന്നുണ്ട്, ജിസയിലും കൊണ്ടുപോകുന്നുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ശരത്തും പറയുന്നത് അവർ അടിപൊളിയാണ്, ഈ ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡായിരിക്കും നല്ല റീച്ചിൽ പോകുന്നത്, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അത് അവൾ എന്താണ് കാണിക്കുന്നത്? ഇവളാണ് ആര്യൻ മുടി വെട്ടില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വെട്ടുമെന്ന് പറഞ്ഞത്, ഫോട്ടോ കത്തിച്ചപ്പോഴേക്കും ഇത്രയ്ക്കും പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അത് ആ ടാസ്കിൽ തോറ്റതിനുള്ള വിഷമം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ്. അപ്പോൾ ശരത്ത് വളരെ രഹസ്യമായി അക്ബറിനോടും ആര്യനോടും പറയുന്നുണ്ട്, ഫുൾ ടീം അവിടെ ഉണ്ട്, അവക്കിട്ടുള്ള നല്ല പണി കൊടുത്തോളെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും അനുമോളെ ടാർഗറ്റ് ചെയ്ത് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നെവിൻ, അതേപോലെ തന്നെ ജിസേൽ, റന ഫാത്തിമ ഇവരൊക്കെ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ രണ്ട് അടുപ്പുകളായി മാറിയിരിക്കുകയാണ്. അനുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ആദില നൂറ വന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരാം, ചേട്ടൻ ഫുഡ് കഴിക്കാതിരിക്കരുത്, അവളെ ഇനി കിച്ചൺ ടീമിൽ ഇടാൻ പറ്റില്ല, അവൾ എന്താണെങ്കിലും കിച്ചൺ ടീമിൽ നിന്ന് മാറാൻ പറയണം. അപ്പോൾ നൂറ പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ നിന്ന് അവൾ പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. അപ്പോഴേക്കും ആദില പറയുന്നുണ്ട് നീ മിണ്ടാണ്ടിരിക്കും, ഇപ്പോൾ ചേട്ടൻ കഴിക്കട്ടെ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നുണ്ട് നാളെ രാവിലെ റെന ഫാത്തിമേനെ കയറ്റിയാൽ മതി, അനുമോളെ അവിടെ നിന്ന് വലിച്ച് പുറത്തിടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അനുമോളെ വലിച്ച് പുറത്തിട്ടിട്ട് വേണം അവിടെ ശൈത്യേനെ കയറ്റാൻ, ശൈത്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, അവളെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കുന്നത്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് അവളെ പുറത്താക്കണ്ട, ഞാൻ നാളെ ക്യാപ്റ്റനായിട്ട് അങ്ങോട്ട് കയറാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്, അവളൊരു പാഠം ഞാൻ പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട്. അപ്പോൾ നെവിൻ നല്ല രീതിയിലാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. അനുമോൾ മാത്രമാണ് ഇങ്ങനെയെന്ന്, അവളെ പിടിച്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാം, ഒന്നില്ലെങ്കിൽ നമുക്ക് വല്ല ഡാർക്ക് റൂമിലും കൊണ്ടിടാം, അവൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് എന്താണെങ്കിലും പുറത്താക്കണം, എന്താണെങ്കിലും ക്യാപ്റ്റൻ അത് ചെയ്യും, അവളെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റന ഫാത്തിമ പറയുന്നുണ്ട് അനുമോൾ ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കാൻ പോകുന്നില്ല എന്ന്.